വാമനപുരം മണ്ഡലത്തിൽ പോലും UDF മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായ ട്രെൻഡാണ്. അരുവിക്കരയിൽ മുന്നിൽ, നെയ്യാറ്റിൻകരയിൽ മാത്രമാണ് യുഡിഎഫിന്റെ തട്ടകങ്ങളിൽ കൃത്യമായ മേൽക്കൈ, LDFന്റെ സീറ്റുകളിൽ കൃത്യമായ ഒരു മാർജിനിലേക്ക് പോകുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു 25 വർഷമായി കൈയടക്കിയിരിക്കുന്ന പത്തനാപുരത്ത് KB ഗണേഷ് കുമാർ തോൽക്കാൻ പോവുകയാണ്. മലപ്പുറത്തെ ഇടതിന്റെ ആശ്വാസ കേന്ദ്രമായ പൊന്നാനിയിൽ KP നൗഷാദ് അലി 76 വോട്ടിന് ലീഡ് ചെയ്യുന്നു. വൈപ്പിനിൽ ടോണി ചമ്മണി, വൈപ്പിനിൽ പോലും LDFന് കാലിടറുകയാണ്. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മുന്നിൽ, മലപ്പുറത്ത് എല്ലാ മണ്ഡലങ്ങളിലും 16-0 എന്നതാണ് UDFന്റെ. തിരുവനന്തപുരത്ത് പോലും ശക്തമായ മേൽക്കൈയാണ്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിലെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. പോലും ഇത്തവണ വലിയ ചർച്ചാ വിഷയമാകുന്ന കാര്യമാണ്. ആ ധർമ്മടത്ത് ഈ റൗണ്ടിൽ ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിലേക്ക് പോകുന്നുവെങ്കിൽ അത് വലിയ സന്ദേശമായി മാറും. അയ്യോ, 733 വോട്ടുകൾക്ക് അവിടെ ധർമ്മടത്തെ UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. 733 വോട്ടുകൾക്ക് കേരളത്തിന്റെ സന്ദേശമില്ല. UDFന് ധർമ്മടത്ത് ലീഡ് എന്നുള്ളത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇനി പിണറായി വിജയൻ ധർമ്മടത്ത് ജയിച്ചാലും ഈ ലീഡ് അത് കേരളം നൽകുന്ന സന്ദേശമാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ. TP രാമകൃഷ്ണൻ മുന്നിലേക്ക് വരികയാണ്. 1962 വോട്ട്. അത് വലിയ ആശ്വാസമായി മാറിയേക്കാം. ഒരു പക്ഷേ പേരാമ്പ്രയിലെ TP രാമകൃഷ്ണന്റെ മുന്നേറ്റം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാചകം പിണറായി വിജയൻ പിന്നിൽ എന്നുള്ളത്, അതാണ് ഈ മണിക്കൂറിലെ, ഈ സെക്കൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ ക്യാപ്റ്റൻ, കേരളത്തിന്റെ ക്യാപ്റ്റന് ഒരു ഘട്ടത്തിലെങ്കിലും, വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലെങ്കിലും പിന്നോട്ട് പോകേണ്ടി വരുന്നു എന്നത് കേരളം നൽകുന്ന സന്ദേശമാണ്. തളിപ്പറമ്പിൽ മത്സരിച്ച അബ്ദുൾ റഷീദ് എന്ന സ്ഥാനാർത്ഥിയായപ്പോൾ 730 അബ്ദുൾ റഷീദ് എന്ന ചുണക്കുട്ടൻ പിണറായി വിജയനെ പിന്നിലാക്കിയിരിക്കുകയാണ്. ആ യുവ തുർക്കിയാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ധർമ്മടത്ത്. ഇതാണ് കേരളം കാത്തിരിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ. പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. അതെ, കൃത്യമായി ഭൂരിപക്ഷം MP ഗോവിന്ദന്റെ പകുതിയാക്കുക അബ്ദുൾ റഷീദ് അവിടെ വലിയ തോതിൽ ഇപ്പോൾ പിണറായി വിജയന്റെ മുട്ടിടിപ്പിക്കുന്നു. സാക്ഷാൽ പിണറായി വിജയൻ ഇപ്പോൾ നിന്ന് മുട്ടിടിക്കുകയാണത്രേ. അബ്ദുൾ റഷീദ് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന് മുന്നിൽ പിണറായി വിജയൻ വിറയ്ക്കുന്ന കാഴ്ച. 733 വോട്ടുകൾക്ക് മുന്നിൽ അബ്ദുൾ റഷീദ്, 733 വോട്ടുകൾക്ക് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, തെരഞ്ഞെടുപ്പിന്റെ ഈ 1.5 മണിക്കൂർ കൗണ്ടിംഗ് പിന്നിടുമ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും നിർണായക വിവരം അത് തന്നെയാണ്. ധർമ്മടത്ത് പോലും പിറകിൽ പോകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. 100ലേക്ക് കുതിക്കുമോ UDF എന്നേ അറിയാനുള്ളൂ. UDF 82 സീറ്റുകളിൽ ലീഡ്, LDF 54 സീറ്റുകളിൽ ലീഡ്, BJP 2 സീറ്റുകളിൽ മുന്നിട്ടിരിക്കുന്നു. ഒരു സീറ്റിൽ PK ശശിയാണ്, ഒറ്റപ്പാലത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഏറ്റുമാനൂർ നാട്ടകം സുരേഷ. പക്ഷേ ഈ മണിക്കൂറിലെ, ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തീർച്ചയായും ധർമ്മടത്ത് നിന്ന് തന്നെയാണ്. അത് ആവർത്തിക്കേണ്ടി വരുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുഖമായ അബ്ദുൾ റഷീദ് ഇപ്പോഴിതാ ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയനെ പിന്നിലാക്കുന്നു. 733 വോട്ടുകൾക്ക് ഇപ്പോഴിതാ എതിർ സ്ഥാനാർത്ഥിക്ക് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കേണ്ടി വരുന്ന പിണറായി വിജയനെ നമുക്ക് കാണേണ്ടി വരുന്നു എന്നതാണ് രാഷ്ട്രീയ കേരളം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ജനവിധിയാണ് നൽകുന്നത് എന്നതിന്റെ പിണറായി വിരുദ്ധത, പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടെടുപ്പായിട്ട് ഇത് മാറുകയാണ്. അതിന്റെ സന്ദേശമാണ് പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ള ഈ വാർത്ത. സ്വന്തം തട്ടകത്തിൽ പിണറായി വിജയൻ. തീർച്ചയായും, അതായത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പിണറായിയുടെ ഫ്ലെക്സ് ആയിരുന്നു വോട്ടായി മാറുന്നത് എങ്കിൽ പിണറായിയുടെ സ്വന്തം തട്ടകത്തിൽ, ആ ഫ്ലെക്സ് മാത്രം ഉയർന്ന തട്ടകത്തിൽ ഇത് അബ്ദുൾ റഷീദ് എന്ന യുവ നേതാവ് 733 വോട്ടുകൾക്ക് ഒരു ഘട്ടത്തിലെങ്കിലും പിണറായി വിജയൻ പിന്നിലാകുക എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ചരിത്രമാണ്, അത്ഭുതമാണ്, സംശയമില്ല. 733 വോട്ടുകൾക്ക് പിന്നിലെന്ന് പറയുമ്പോൾ അബ്ദുൾ റഷീദ് എന്ന യുവ തുർക്കി പിണറായി വിജയനെ അവിടെ വിറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ തെളിയേണ്ട ഫോട്ടോ VP അബ്ദുൾ റഷീദിന്റേതാണ്. ഈ ഘട്ടത്തിൽ പിണറായി വിജയനെ പിന്നിലാക്കിയ ചുണക്കുട്ടി VP അബ്ദുൾ റഷീദ് ധർമ്മടത്ത് മുന്നിൽ. ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ് മുന്നിൽ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ. ഈ 9:27 ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് കൗണ്ടിംഗ് ആരംഭിച്ച് 1 മണിക്കൂർ 27 മിനിറ്റ് പിന്നിടുമ്പോൾ ധർമ്മടത്ത് VP അബ്ദുൾ റഷീദ്, കേരളത്തിന്റെ ക്യാപ്റ്റനായി CPM അവതരിപ്പിച്ച, വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരുമെന്ന് വിചാരിച്ച പിണറായി വിജയൻ 737 വോട്ടുകൾക്ക് പിന്നിലാണ് ധർമ്മടത്ത്. കണ്ണൂരിലുടനീളം ഈ കാറ്റ് ആഞ്ഞു വീശുമോ? അത് നമ്മൾ കാത്തിരുന്ന് കാണണം. കണ്ണൂരിലുടനീളം ഈ കാറ്റ് ആഞ്ഞു വീശിയാൽ അത് വലിയ തോതിലുള്ള കാര്യങ്ങൾ
ഒന്നാം റൗണ്ട് പിന്നിടുമ്പോഴാണ് അത് വലിയ മാറ്റങ്ങൾ സംഭവിപ്പിക്കും. 100, 110, 120 സീറ്റുകളിലേക്ക് UDF വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് അത് പിണറായി വിജയന്റെ മുഖമായിരുന്നു. എല്ലാ ഫ്ലെക്സിലും നിറഞ്ഞത് പിണറായി വിജയനായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിൽ പോകുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറാകുമ്പോഴത്തേക്ക് മഞ്ജുഷ ട്രെൻഡ് സെറ്റാണ്. ഇനി UDF 100 കേരളത്തിൽ UDFന്റെ സുനാമി എന്ന് പറയാം. കേരളത്തിൽ UDFന്റെ സുനാമിയാണ് ഈ കാണുന്നത്. തരംഗമല്ല, സുനാമിയാണ്. ആ സുനാമിയിൽ പിണറായി വിജയന് കാലിടറുമോ എന്നുള്ളത് ഇനി കാണാനുള്ളൂ. പ്രമുഖരൊന്നടങ്കം ഇടറുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ. മന്ത്രിമാർ ഒന്നടങ്കം പിന്നിട്ട് നിൽക്കുമ്പോൾ ഇതാ അവരെ നയിച്ച ക്യാപ്റ്റന് പോലും ഒരു ഘട്ടത്തിൽ കണക്കൂടെ പറഞ്ഞോട്ടെ. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ മുന്നിൽ. തൃക്കരിപ്പൂരിൽ 1800 വോട്ടുകൾക്ക് സന്ദീപ് വാര്യർ മുന്നിൽ എന്ന വളരെ പ്രധാനപ്പെട്ട കണക്ക് പുറത്തു വരുന്നു. 4672 വോട്ടുകൾക്ക് കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മുന്നിൽ. 4672. 5000 കടന്നിരിക്കുന്നു. PK കുഞ്ഞാലിക്കുട്ടിയുടെ ലീഡ് 5126 വോട്ടായി ഉയർന്നിരിക്കുന്നു. LDF പഞ്ചായത്തിലാണ് പിണറായി വിജയൻ പിന്നിലായത് എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി നൽകാനുണ്ട്. LDFന്റെ വളരെ പ്രാമുഖ്യമുള്ള പഞ്ചായത്തിലാണ് പിണറായി വിജയൻ പിന്നിലായത് എന്ന വിവരം കൂടിയുണ്ട്. അങ്ങനെ ക്യാപ്റ്റന്റെ കണക്ക് തെറ്റുകയാണ് എന്നുള്ള നിർണായകമായ കാര്യം. രഞ്ജിത്ത്, ഏതെങ്കിലും മന്ത്രി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടോ? ചേർത്തലയിൽ P പ്രസാദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.